അതെ അതെ അതെ, ഇപ്പൊ നല്ല ചൂടായി. ആഹാ. ആരംഭിച്ചേക്കാം. ഓം സഹനാവതു സഹനവു ഭുനക്തു സഹവീര്യം കരവാവഹൈ. സാറേ, ഈ നമ്പർ നമ്മുടെ അക്ഷരസ്വഭാവ ഗ്രൂപ്പിലൊന്ന് ആഡ് ചെയ്തേക്കാമോ? ചേച്ചി നമ്മളിവിടെ നേരത്തെ ഉണ്ടായിരുന്നതാണ് സത്രത്തിനൊക്കെ, അക്ഷരസ്വഭാവത്തിന്. പിന്നെ ഇടയ്ക്ക് വരാൻ ഞാൻ എല്ലാ പഠിതാക്കളും ഉന്നതമായ 84-ൽ 12 എടുക്കണ്ടേ? അല്ല, 14. സാറേ ഇനി അല്ല, ഇനി 24 84 23 വരെ കഴിഞ്ഞു. ആയോ? ആ ഇനി 24ആണോ? നമസ്കാരം. 23 വരെ കഴിഞ്ഞു സാറേ. 23 കഴിഞ്ഞു. അവിടെ വരെ പഠിച്ചു. അപ്പൊ 84-ാം അധ്യായം 24-ാമത്തെ ശ്ലോകമാണ്. അധ്യായം 84, ശ്ലോകം 24. യഥാശയാന പുരുഷ ആത്മാനം ഗുണതത്വദൃക് നാമമാത്ര ഇന്ദ്രിയാഭാദം നവേദരഹിതം പരം. യഥാശയാന പുരുഷ, എപ്രകാരമാണോ ഉറങ്ങുന്ന പുരുഷൻ, ആത്മാനം തന്നെ തന്നെ, ഗുണതത്വദൃക് ഗുണങ്ങളുടെ പരമാർത്ഥമായി കാണുന്നത് എങ്ങനെയാണോ, ഉറങ്ങുന്ന പുരുഷൻ ഉറക്കത്തിലാണ് സ്വപ്നം കാണുക. ഉറക്കം ആരംഭിക്കുമ്പോൾ സ്വപ്നത്തിലേക്ക് നമ്മൾ അറിയാതെ വീണു പോവുകയാണ്. അങ്ങനെ ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ സ്വപ്നത്തിൽ കാണുന്ന ഗുണകാര്യങ്ങളെ ആത്മാനം, സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ തൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്ന ഗുണങ്ങളുടെ ചേർച്ച കൊണ്ട് താൻ സ്വപ്നത്തിൽ കാണുന്ന എന്തും സത്യമായി അപ്പോൾ വിചാരിക്കാം. ആനയെ കണ്ടാലും, കുതിരയെ കണ്ടാലും, വണ്ടി കണ്ടാലും, കടൽ കണ്ടാലും, ഇതൊക്കെ താൻ ശരിക്കും നേരിട്ട് കാണുന്ന. യഥാശയാന പുരുഷ ആത്മാനം ഗുണതത്വദൃക് നാമമാത്ര ഇന്ദ്രിയ ആഭാദം. ഇന്ദ്രിയങ്ങൾ എല്ലാം, അതേപോലെ മനസ്സും നാമമാത്രം കൊണ്ട് പ്രകാശിക്കുന്നതാണ് എന്ന് അറിയുന്നില്ല. നാമമാത്ര ഇന്ദ്രിയ ആഭാതം നവേദ, അതറിയുന്നില്ല. രഹിതം പരം, അല്ലാത്ത പരനായിട്ട് നവേദ അറിയുന്നില്ല. സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളും സത്യമാണെന്ന് എനിക്ക് തോന്നുകയുള്ളൂ. ഇത് ഞാനല്ല എന്ന് തോന്നില്ല. പുഴയിലേക്ക് എടുത്തു ചാടി നീന്തി പോകുന്നു, വെള്ളം കുടിക്കുന്നു, ശ്വാസം മുട്ടുന്നു, മരിക്കുന്നു എന്നുള്ളത് ഞാൻ സ്വപ്നത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയവും ഇത് രഹിതമാണ്, ഇല്ലാത്തതാണ്, മിഥ്യയാണ്, പരമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. കണ്ടുകൊണ്ടിരിക്കുന്ന അത്രയും സമയവും അത് സത്യം തന്നെയാണ്. അവയിൽ നിന്നും വേറിട്ടാണ് താൻ എന്ന്, മിഥ്യയാണോ എന്നൊരു അനുഭവം അപ്പോൾ നമുക്കുണ്ടാകുന്നില്ല.
അങ്ങയോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവരും അങ്ങയോടൊപ്പം കിടന്നവരും അങ്ങയോടൊപ്പം ഓരോ വ്യാപാരങ്ങളും കളികളും നടത്തിക്കൊണ്ടിരുന്നവരൊക്കെ ഈ രാജാക്കന്മാരും വൃഷ്ണുക്കളും ഇവരൊക്കെ വാസ്തവത്തിൽ കാലസ്വരൂപനായ അങ്ങേ അറിയുന്നില്ല. എന്തുകൊണ്ട്? ഏതുപോലെ? മായ യവനിക ഛന്നൻ ആയതുകൊണ്ട്. അതെങ്ങനെയാണ് എന്ന് ഒരു ഉദാഹരണത്തിൽ കൂടി കാണിച്ചതാണ്. എല്ലാ ദിവസവും സ്വപ്നം കാണുമ്പോൾ എന്തെന്ത് ഘോരവും ഭയങ്കരവും ഭയാനകവുമായ ദൃശ്യങ്ങൾ സ്വപ്നത്തിൽ കാണുന്ന അത്രയും സമയം ഞാനത് അനുഭവിക്കുന്നില്ല എന്ന് തോന്നുന്നില്ല. ഞാനത് അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പായസം കുടിച്ചാലും അതിന്റെ സ്വാദും മധുരവും ഒക്കെ ശരിക്കും ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് സ്വപ്നം കാണുന്നത്. ഞാനിപ്പോൾ പായസം കുടിക്കുകയല്ല, കട്ടിലിൽ കിടന്ന് ഉറങ്ങുകയാണ് എന്ന ഒരു യാഥാർത്ഥ്യ ബോധം അപ്പോൾ നമുക്കുണ്ടാവില്ല. ഗുണങ്ങളോട് ചേർന്നിരിക്കുകയാണ് മനസ്സെങ്കിൽ പോലും അപ്പോൾ ഇതുണ്ടാവില്ല. ഇതുപോലെയാണ് ഇവരാരും ഈശ്വരനെ, ഭഗവാനെ നേരിട്ട് അറിയാതെ പോയതെന്ന് രണ്ട് ഉദാഹരണങ്ങൾ വ്യക്തമാക്കുക. യഥാശയാന പുരുഷാത്മാനം ഗുണതത്വ നാമമാത്രേന്ദ്രിയാഭാതം നവേദരഹിതം പരം. യഥാശയാന പുരുഷാത്മാനം ഗുണതത്വദൃക് നാമമാത്രേന്ദ്രിയാഭാതം നവേദരഹിതം പരം. ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷു ഇന്ദ്രിയേഹയാ മായയാ വിഭ്രമച്ചിത്തോ നവേദ മൃത്യുപപ്ലവാത്. ഏവം ഇങ്ങനെ ത്വാ നിന്നെ അങ്ങയെ നാമമാത്രേഷു വിഷയേഷു ഇന്ദ്രിയ ഈഹയാ നാമമാത്രമായ വിഷയങ്ങളിൽ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള ഈഹയ, ഈഹ ആഗ്രഹം, അതിൻ്റെ പ്രവൃത്തി രൂപമായ ചിന്ത. അതുകൊണ്ട് ആ ഈഹയാകുന്ന മായ കൊണ്ട് വിഭ്രമച്ചിത്ത, ചിത്തം വിഭ്രമിച്ചിരിക്കുന്നവൻ നവേദ സ്മൃത്യുപപ്ലവാത്, നവേദ അറിയുന്നില്ല, സ്മൃതിയുടെ നാശം കൊണ്ട് ശരിക്കും തിരിച്ചറിയില്ല. സ്മൃതി ഉപപ്ലവാത്, സ്മൃത്യുപപ്ലവാത്, ഉപപ്ലവം നാശം, സ്മൃതിയുടെ നാശം കൊണ്ട് നവേദ അറിയുന്നില്ല. അപ്പൊ വാസ്തവത്തില് ഇല്ലാത്തതും മായ കൊണ്ട് ഉണ്ടെന്ന് തോന്നിക്കുന്നതും ശരീര ഇന്ദ്രിയ മനസ്സുകളാകുന്ന ഓരോ തരം പ്രവൃത്തി രൂപങ്ങളും നിത്യവും അനിത്യവുമായ വസ്തുക്കളെ വേർതിരിക്കാൻ അറിയാനുള്ള വിവേകം നമുക്കില്ലാത്തത് കൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് സ്വപ്നമാണ്, ഇത് സത്യമാണെന്നൊരു വിവേകം നമുക്കുണ്ടാവില്ല. അതുപോലെയാണ് ഇപ്പോൾ ഈ പ്രാപഞ്ചിക ലോക ജീവിതത്തിന്റെ അനുഭവങ്ങൾ ഓരോന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് മിഥ്യയാണ്, ഇത് മായയാണ്, ഇത് സത്യമല്ല എന്ന് നമുക്ക് വിവേചിച്ചറിയാൻ പലപ്പോഴും കഴിയുന്നില്ല. അതുകൊണ്ട് ചഞ്ചലമായ മനസ്സോടെ ഈ ശരീരം തന്നെയാണ് ആത്മാവ് എന്ന് ധരിക്കുന്നതല്ലാതെ ഈ ഇന്ദ്രിയ മനസ്സുകൾക്കും ശരീരങ്ങൾക്കും ഒക്കെ സാക്ഷിയായി നിത്യനായ ഒരാത്മസ്വരൂപനായ ഈശ്വരനുണ്ട് എന്ന് നമ്മൾ അറിയുന്നില്ല. നാമമാത്രങ്ങളായ വിഷയ ഇന്ദ്രിയങ്ങളിൽ ആഗ്രഹം കൊണ്ട് ഈ മായയിലൂടെ വിഭ്രമിച്ച് മനസ്സും ചിത്തവും വിഭ്രമജനകമായി തീരുന്നത് കൊണ്ട് ആ ഓർമ്മ നശിച്ചു പോകുന്നത് നവേദ അറിയുന്നില്ല. സ്വപ്നത്തിൽ യഥാർത്ഥമായ ഓർമ്മ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യം അറിയുന്നില്ല. അതുപോലെ ഇപ്പോഴും ഈ പ്രാപഞ്ചിക ലോക ജീവിതത്തിൽ
ഇന്ദ്രിയങ്ങൾ കൂടി അറിയുന്ന എത്രയോ അറിവുകൾ, ഇന്ദ്രിയങ്ങൾ കൂടി കാണുന്ന കേൾക്കുന്ന വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങൾ കൂടി അനുഭവിച്ചറിയുന്ന വിഷയങ്ങൾ, അതിന് പുറകെയൊക്കെ മനസ്സ് പാഞ്ഞു നടന്ന് മനസ്സ് ഈ വിഷയത്തിലേക്ക് എത്തിക്കുന്നു. ഇതൊക്കെ നിരന്തരം സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് മായ എന്ന ഒരു വിഭ്രമത്തിന് അടിമപ്പെട്ടത് കൊണ്ടാണ്. പക്ഷെ അങ്ങനെ അടിമപ്പെട്ടത് കൊണ്ട് യഥാർത്ഥമായ ആത്മബോധം നഷ്ടപ്പെട്ടു എന്ന് ഒരു ഓർമ്മ അപ്പൊ നമുക്കുണ്ടാവില്ല. ഇതാണ് ഇപ്പൊ നമ്മുടെ സത്യം. ഇതൊക്കെ പഠിപ്പിക്കുമ്പോഴോ കേൾക്കുമ്പോഴോ അറിയാം. പക്ഷെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഈ വിഷയങ്ങളിലേക്ക് വ്യാപൃതരായി ഇങ്ങനെ നടക്കും. അതിൽ നമുക്ക് പിന്തിരിഞ്ഞു പോരാൻ പറ്റില്ല. ഇത് മനുഷ്യജീവിതത്തിന്റെ സ്ഥായിയായ ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് യഥാർത്ഥമായ ഈശ്വര സത്യയെ പലപ്പോഴും അറിയാൻ പറ്റാറില്ല, ഉൾക്കൊള്ളാനും പറ്റാറില്ല. ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷു ഇന്ദ്രിയേഹയാ മായാ വിഭ്രമചിത്തോ നവേദ സ്മൃത്യുപപ്ലവാത്. ഏവം ത്വാ നാമമാത്രേഷു വിഷയേഷു ഇന്ദ്രിയേഹയാ മായാ വിഭ്രമചിത്തോ നവേദ സ്മൃത്യുപപ്ലവാത്. തസ്യദ്യതേ ദദൃശിമഘ്രിമഖൗഖവർഷം തീർത്ഥാസ്പദം ഹൃദികൃതം സുവിപക്വയോഗൈ ഉത്സിക്തഭക്ത്യുപഹത ആശയജീവകോശാ ആപദ്ഭവദ്ഗതിമഥോ അനുഗൃഹാണഭക്തൻ. തസ്യാം അവന് അദ്യ ഇന്ന് തേ നിന്റെ ദദൃശിമ കാണുന്നു. വയം ദദൃശിമ ഞങ്ങൾ കാണുന്നു. ഇന്നാണ് ഞങ്ങൾക്കിത് തിരിച്ചറിയാൻ സാധിച്ചത്. തസ്യ അദ്യത്തെ ദദൃശിമ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ ശരിക്കു കണ്ടത് എങ്ങനെയാണ്? അഘ്രിം അങ്ങയുടെ പാദത്തെ, അഘൗഖമർഷം പാപസമൂഹത്തെ നശിപ്പിക്കല്ലോ, അഘൗഖത്തെ മർഷണം ചെയ്യുന്നത്. അഘൗഖമർഷം, അഘം പാപം, ഘോഖം കൂട്ടം, അഘൗഖം പാപക്കൂട്ടത്തെ മർഷണം ചെയ്യുന്ന, നശിപ്പിക്കുന്ന, പാപസമൂഹത്തെ ഇല്ലാതാക്കുന്ന തീർത്ഥാസ്പദം, തീർത്ഥസ്ഥാനമാണ്, തീർത്ഥത്തിനാസ്പദമാണ്. ഹൃദയകൃതം ഹൃദയത്തിൽ വയ്ക്കപ്പെട്ടതാണ്. സുവിപക്വയോഗൈ അങ്ങനെ ഹൃദയത്തിൽ വയ്ക്കപ്പെട്ടതായ തസ്യത്തെ അഘ്രിം അങ്ങയുടെ ആ പാദത്തെ വയം അദ്യ ദദൃശ്മ ഞങ്ങൾ ഇന്ന് കണ്ടു. ഈ അങ്ങയുടെ ഈ പാദപങ്കജം ഉള്ളിൽ കാണാൻ സാധിച്ചാൽ, പുറത്തല്ല ഉള്ളിൽ കാണാൻ സാധിച്ചാൽ അത് പാപസമൂഹത്തെ ഇല്ലാതാക്കും. പുറത്ത് കണ്ടാൽ അത്രയും ആവില്ല. ഉള്ളിൽ കണ്ടെങ്കിലേ ഉള്ളിലുള്ള പാപങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പാപങ്ങൾ മാറി ചിത്തം മനസ്സ് നിർമ്മലമായാൽ തീർത്ഥമാടിയ സന്തോഷമാണ്. അങ്ങനെയുള്ള അങ്ങയുടെ ഈ പാദപത്മത്തെ ഞങ്ങളുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് ഇന്ന് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. തസ്യ അദ്യതേ ദദൃശിമ അഘ്രിമഖൗഖവർഷം തീർത്ഥാസ്പദം ഹൃദികൃതം സുവിപക്വയോഗൈ ആരാലാണ് കാണപ്പെട്ടത്? സുവിപക്വയോഗൈ നന്നായിട്ടും പാകപ്പെട്ട യോഗത്തോട് കൂടിയവരാൽ. സുപക്വയോഗൈ ഉത്സിക്ത ഭക്ത്യുപഹത ആശയ ജീവകോശ. ഉത്സിക്ത ഭക്തി ഉപഹത ആശയ ഉത്സിക്തമായ നനയ്ക്കപ്പെട്ട
ഭക്തി കൊണ്ട് നനയ്ക്കപ്പെട്ട, ഉത്സിക്തമായ ഭക്തി കൊണ്ട് ഉപഹതമായ, നശിപ്പിക്കപ്പെട്ട ആശയത്തോട് കൂടിയവർ. ആശയം, മനസ്സ്, ഉള്ള്. ആശയങ്ങൾ ഉണ്ടാകുന്ന മനസ്സിൽ നിന്നാണ്. ആ സമന്താക്ഷയതയെന്ന്. അത് നശിക്കുന്നത് വരെയും അതിനകത്താണ് ആഗ്രഹങ്ങളും ആശയങ്ങളും ചിന്തകളും വ്യാപാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന മനസ്സിലാണ്. അതുകൊണ്ട് മനസ്സിന് ആശയം എന്നൊരു പേര് കൊടുത്താണ്. ആ ആശയങ്ങൾ കൂടിയ ജീവകോശന്മാരായ ഞങ്ങൾ, ജീവമെന്ന ആവരണത്തോട് കൂടിയവരായ ഞങ്ങൾ. കോശം എന്ന് വെച്ചാൽ ആവരണമാണ്. ജീവൻ എന്ന ആവരണത്തോട് കൂടിയവരായ ഞങ്ങൾ ഉത്സിക്ത ഭക്തി ഉപഹിതാശയ ജീവകോശാഹ. ഭഗവത് സ്വരൂപത്തെ, അങ്ങയുടെ പാദപത്മത്തെ ഉള്ളിൽ ദൃഢമായി ഉറപ്പിച്ചു വെച്ച ഞങ്ങൾ ആ ഭക്തിയുടെ അതിനിർമ്മലമായ തീർത്ഥജലം കൊണ്ട് ഉള്ളിലുള്ള ദുഷ്ടമായ ആശയങ്ങളെയൊക്കെ ഹനിപ്പിച്ച് ഇപ്പോൾ ഞങ്ങൾ ജീവൻ എന്ന് പറയുന്ന ഒരു കോശത്തിൻ്റെ അകത്ത്, ശരീരമാകുന്ന കോശത്തിൻ്റെ അകത്ത് ഇരിക്കുകയാണ്. ആപുഹു ഭവദ്യതിവധോ അനുഗൃഹാണ ഭക്തൻ. ആപുഹു പ്രാപിച്ചിരിക്കുന്നു. ജീവകോശാഹ ആപു ഭവദ്ഗതിം അഥ അങ്ങയുടെ ഗതിയെ പ്രാപിച്ചിരിക്കുന്നു. ആപുഹു ഭവദ്ഗതിം അങ്ങയുടെ ഗതിയെ പ്രാപിച്ചിരിക്കുന്നു. അഥ അതുകൊണ്ട് അനുഗ്രഹാണ അനുഗ്രഹിക്കൂ ഭക്താൻ. ഭക്തന്മാരായ ഞങ്ങളെ അനുഗ്രഹിക്കൂ. അങ്ങയുടെ പാദപത്മം ഓരോ മനുഷ്യരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കണമെങ്കിൽ ബഹുജന്മാർജിത കർമ്മവിശേഷം കൊണ്ടേ പറ്റുള്ളൂ. പല പല ജന്മം കൊണ്ട് ആർജിച്ച പുണ്യവിശേഷങ്ങൾ കൊണ്ട് മാത്രമാണ് ഭഗവത് പാദങ്ങളെ ഉള്ളിൽ കാണാൻ സാധിക്കുക, പുറമെ വിഗ്രഹത്തിൽ കാണാം. അങ്ങനെ കണ്ടതുകൊണ്ട് ഞങ്ങൾ ഇന്ന് കൃതാർത്ഥരായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ സമസ്ത അഘൗഘങ്ങളും നശിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സമസ്ത പാപങ്ങളും നശിച്ചു. ഗംഗയുടെ ഉൽപ്പത്തി സ്ഥാനമായ തീർത്ഥങ്ങൾ പോയി തീർത്ഥമാടുന്ന യോഗീശ്വരന്മാർ പോലും ഇത്രയ്ക്ക് അനുഭവിച്ചിട്ടുണ്ടാവില്ല. ഞങ്ങളുടെ കർമ്മബന്ധങ്ങളൊക്കെ ഇതോടെ തീർന്നു. അതുകൊണ്ട് ധ്യാനയോഗത്തെ ഹൃദയത്തിൽ അങ്ങനെ കാണാൻ സാധിച്ചവർക്ക് ഇപ്പോൾ ഇതാ നേരിട്ടും കാണാൻ പറ്റി. ഉള്ളിലും പുറത്തും ഭഗവാൻ മാത്രം. ഇപ്പൊ ഞങ്ങൾ കണ്ടില്ലേ, ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അങ്ങാണെന്ന്. ഇപ്പൊ ഹൃദയത്തിൽ കാണുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് സാക്ഷാൽ ദർശനവും കിട്ടിയിരിക്കുന്നു. ഇനിയും അങ്ങയുടെ പാദപത്മങ്ങൾ ഞങ്ങളുടെ ഭക്തി കൊണ്ട് ഞങ്ങളുടെ ഉള്ളിൽ നിന്നും മായാതിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ചെയ്ത പോലെ ഇനിയും ഞങ്ങൾ തപസ് ചെയ്താൽ പോരെ എന്നാണെങ്കിൽ അങ്ങനെയല്ല. പ്രേമലക്ഷണമായ ഭക്തി കൊണ്ട് ജീവനെ മറയ്ക്കുന്ന ഈ അന്ധക്കരണം, അത് അജ്ഞാനരൂപമായ ഈ ആവരണം, ഈ അന്ധക്കരണത്തിന്റെ ആവരണത്തെയൊക്കെ നശിപ്പിച്ച് അങ്ങയെ പ്രാപിക്കാൻ, അങ്ങയുടെ പാദത്തിൽ ഭക്തി വർദ്ധിക്കാൻ, ആ ഭക്തി കൊണ്ട് ആശയങ്ങൾ, അന്ധക്കരണത്തിലുണ്ടായ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് സംശുദ്ധമാക്കാൻ ഈ ആവരണങ്ങൾ നശിച്ചാൽ മാത്രമേ ഈ സായുജ്യം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാകാൻ അനുഗ്രഹിക്കണമേ എന്ന് ഏക പ്രാർത്ഥന. കണ്ടാൽ പോരാ, ഭക്തി ഉണ്ടാകും. അകത്തും പുറത്തും കണ്ടാൽ പോരാ, ഭക്തി ഉണ്ടാകണം. ആയിരക്കണക്കിന് കാശ് മുടക്കി പല പല തീർത്ഥഘട്ടങ്ങളിൽ പോയി തീർത്ഥമാടി അവിടെയൊക്കെ ഭഗവാന്റെ
സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ നേരിട്ട് കണ്ടു, അനുഭവിച്ചു, തിരിച്ചു വന്നു. കൂടി വന്നാൽ ഏതാനും ചില ദിവസം കൂടിയൊക്കെ ഈ ചിന്തയും ഈ ഭഗവത് സ്വരൂപവും മനസ്സിൽ കാണും. പിന്നെ ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളുടെ പഴയ വഴി തന്നെ പോകും. ഇങ്ങനെ ഞങ്ങളെ ആക്കരുത് എന്ന പ്രാർത്ഥനയാണ്. നമുക്ക് വേണ്ട പ്രാർത്ഥന ഇതാണ്. നമുക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ്. അങ്ങനെ ആയിത്തീരരുത്. ഞങ്ങളെ ഭക്തന്മാരാക്കി തീരാൻ അനുഗ്രഹിക്കണം. ഈ അനുഗ്രഹമാണ് യാചിക്കുന്നത്. അനുഗ്രഹാണ് ഭക്താൻ. ഈ ഭക്തന്മാരെ അനുഗ്രഹിക്കും. ഭവദ്ഗതി അഥ ആവോ. ആ ഭക്തി കൊണ്ട് മാത്രമേ അങ്ങയുടെ ഗതിയായ സായുജ്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ ഉത്സിക്ത ഭക്തി ഉപഹത ആശയ ജീവകോശന്മാരായി തീരുകയാണ്. അങ്ങനെയുള്ള ഞങ്ങൾ ഇപ്പോൾ സുപക്വയോഗികളാൽ പാകപ്പെട്ട യോഗചിന്തയോട് കൂടിയവരാണ്. ഞങ്ങൾക്ക് അങ്ങയുടെ സ്വരൂപത്തെ ഉള്ളിലും പുറത്തും ഒരുപോലെ കാണാൻ സാധിച്ചു. ഇനിയും വേണ്ടത് രണ്ടും നഷ്ടപ്പെടാതെ എന്ത് ചെയ്യണം? നിലനിർത്തണം. മരിക്കുന്നതുവരെ അകത്തും പുറത്തും അങ്ങയെ കണ്ടുകൊണ്ടേയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഉള്ളിൽ മാലിന്യം ഉണ്ടാവില്ല, കഴുകി ശുദ്ധമാക്കും. അപ്പോൾ ഭക്തി ഉണ്ടാകും. ആ ഭക്തി കൊണ്ട് ജ്ഞാനരൂപത്തിൽ അങ്ങയുടെ സായുജ്യത്തെ പ്രാപിക്കാൻ സാധിക്കും. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അഖൗഖമർഷം തീർത്ഥപദം ഹൃതികൃതം സുവിപക്വയോഗേ ഉത്സിക്ത ഭക്ത്യുപഹത ആശയ ജീവകോശ ആപദ്ഭവത് ഗതിമഥോനുഗൃഹാണ ഭക്തൻ തസ്യദ്യതേ ദദൃശിമഘ്രിമഖൗഖമർഷം തീർത്ഥപദം ഹൃതികൃതം സുവിപക്വയോഗേ ഉത്സിക്ത ഭക്ത്യുപഹത ആശയ ജീവകോശ ആപദ്ഭവത് ഗതിമഥോനുഗൃഹാണ ഭക്തൻ തസ്യദ്യതേ ദദൃശിമഘ്രിമഖൗഖമർഷം തീർത്ഥപദം ഹൃതികൃതം സുവിപക്വയോഗൈ ഉത്സിക്ത ഭക്ത്യുപഹത ആശയ ജീവകോശ ആപദ്ഭവദ്ഗതിമഥോനുഗൃഹാണ ഭക്തൻ. ഇങ്ങനെ അവർ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ശ്രീശുകോവാച, ശ്രീശുകൻ പറയാണ്, ഇത്യനുജ്ഞാപ്യദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ ഫാശ്രമാൻ ഗന്തും മുനയോ ദധിരേമനാം. ഇത് അനുജ്ഞാപ്യ. ഇങ്ങനെ അനുവാദം എന്താണ്? ഇങ്ങനെ അറിയിച്ചിട്ട്, അനുജ്ഞാപ്യ വിജ്ഞാപനം ചെയ്തിട്ട് ഇങ്ങനെ അറിയിച്ചിട്ട് ദാശാർഹം ശ്രീകൃഷ്ണനെയും ധൃതരാഷ്ട്രം ധൃതരാഷ്ട്രനെയും യുധിഷ്ഠിരനെയും ഇങ്ങനെ അറിയിച്ചിട്ട് ഇതി അനുജ്ഞാപ്യ ദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം ച ഹേ രാജർഷേ സംബോധന സ്വ ആശ്രമാൻ ഗന്തും മുനയോ ദധിരേമന. മുനിമാർ സ്വന്തം ആശ്രമത്തിലേക്ക് പോകുവാൻ മനസ്സിൽ ധരിച്ചു, മനസ്സിൽ ചിന്തിച്ചു. ഇങ്ങനെയൊക്കെ മുനിമാർ ശ്രീകൃഷ്ണനോടും ധൃതരാഷ്ട്രോടും ധർമ്മപുത്രരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് അവരവരുടെ ആശ്രമങ്ങളിലേക്ക് തിരിച്ചു പോകാൻ അനുവാദം കാത്തിരിക്കും. ഇത്യനുജ്ഞാപ്യദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ ഫാശ്രമാൻ ഗന്തും മുനയോ ദധിരേമനാം. ഇത്യനുജ്ഞാപ്യദാശാർഹം ധൃതരാഷ്ട്രം യുധിഷ്ഠിരം രാജർഷേ ഫാശ്രമാൻ ഗന്തും മുനയോ ദധിരേമനാം. തദ്വീക്ഷ്യ താനുപൗവൃജ്യ വസുദേവോ മഹായശാഃ പ്രണമ്യ ചോപസംഹൃഹ്യ ബഭാഷേദം സുയന്ത്രിതഃ. തദ്വീക്ഷ്യ, അത് കണ്ടിട്ട്, താൻ ഉപവ്രജ്യ, അവരെ അടുത്തേക്ക് ചെന്നിട്ട്, താൻ അവരുടെ അടുത്തേക്ക് ഉപവ്രജ്യത്തിന്റെ വസുദേവോ മഹായശാഃ, മഹത്തായ യശസ്സുള്ള വസുദേവൻ പ്രണമ്യ നമസ്കരിച്ചിട്ട് ച ഉപസംഗൃഹ്യ,
ഉപസംഗൃഹ്യ അവരുടെ പാദങ്ങൾ ഗ്രഹിച്ചിട്ട് കാലിൽ പിടിച്ചിട്ട് ബഭാഷേ ഇദം ഫുയന്ത്രിത, ഇദം ബഭാഷേ ഇങ്ങനെ പറഞ്ഞു, ഫുയന്ത്രിത നന്നായി മുറുക്കി പിടിച്ചുകൊണ്ട് അവർ മുനികൾ പോകാൻ പുറപ്പെട്ടിട്ടപ്പോൾ ശ്രീകൃഷ്ണന്റെ പിതാവാണ് എന്നുള്ള പുണ്യമായ യശസ്സുള്ളവനായ വസുദേവരെ അവരുടെ സമീപത്ത് നമസ്കരിച്ച് കൈകൾ കൊണ്ട് അവരുടെ കാലുകൾ മുറുക്കി പിടിച്ചുകൊണ്ട് പരമഭക്തിയോടെ ഇങ്ങനെ പറഞ്ഞു അവരോട്, തദ്വിക്ഷതാൻ ഉപൗപ്രജ്യ വസുദേവോ മഹായശ പ്രണമ്യതോപസംഗൃഹ്യ ബഭാഷേ തം സുയന്ത്രിത. തദ്വിക്ഷതാനുപൗപ്രജ്യ വസുദേവോ മഹായശ പ്രണമ്യതോപസംഗൃഹ്യ ബഭാഷേതം സുയന്ത്രിത. വസുദേവ വസുദേവന്റെ വാക്കാണ്. നമോ സർവദേവേഭ്യാം ഋഷയ ശ്രോതുമർഹഥ കർമ്മണ കർമ്മനിർഹാരോ യഥാസ്യന്നസ്തദുച്യതം. നമോ സർവദേവേഭ്യഃ ഋഷയഃ ശ്രോതും അർഹത. സർവദേവേഭ്യഃ വഹ എല്ലാ ദേവന്മാർക്കും ആരോട് കൂടിയവരായ നിങ്ങൾക്ക് നമസ്കാരം. അല്ലേ ഋഷിമാരെ, നിങ്ങൾ ഋഷിമാർ കേവലം ഋഷിമാരല്ല, എല്ലാ ദേവചൈതന്യവും നിങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട്. അങ്ങനെ സർവദേവന്മാരായ അല്ലയോ ഋഷിമാരെ, നിങ്ങൾക്ക് നമസ്കാരം. ശ്രോതും അർഹത, ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ അർഹിക്കുന്നവരാണ്. കർമ്മണ കർമ്മനിർഹാരോ, കർമ്മം കൊണ്ട് കർമ്മനാശം, കർമ്മനിർഹാരം കർമ്മനാശം, യഥാ സ്യാത് എങ്ങനെ വരുമോ, നഹ ഞങ്ങളോട് പ്രതീക്ഷ്യത അത് പറയും. കർമ്മം കൊണ്ട് എങ്ങനെയാണ് കർമ്മനാശം ഉണ്ടാകുന്നതെന്ന് ഞങ്ങളോട് പറയൂ. വിദഗ്ധമായൊരു ചോദ്യമാണ് വസുദേവർ ചോദിച്ചത്. ഈ ഋഷിമാർ വെറും ഋഷിമാരല്ല എന്ന് വസുദേവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അവരുടെ പാദങ്ങളിൽ എല്ലാ ദേവന്മാരെയും നമസ്കരിക്കുന്നത് പോലെ അവരുടെ പാദങ്ങളിൽ നമസ്കരിച്ചിട്ട് ഞാൻ പറയുന്ന കേൾക്കണം. ഏത് കർമ്മം ചെയ്താലാണോ ജനനമരണ രൂപമായ കർമ്മബന്ധന രൂപമായ ഈ കർമ്മം നശിക്കുന്നത്, എന്ത് കർമ്മം ചെയ്താലാണ് കർമ്മം നശിക്കുന്നത്? ചോദ്യത്തിന്റെ പ്രസക്തി അവിടെയാണ്. ജനനമരണ രൂപമായ ഈ കർമ്മം, ഈ സംസാരം, അത് നശിക്കാൻ എന്ത് കർമ്മമാണ് ചെയ്യേണ്ടത്? എന്ത് കർമ്മം ചെയ്താൽ അത് നശിക്കുവോ? കർമ്മണ കർമ്മനിർഹാര യഥാസ്യാത് തദുച്യത, അത് ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ? കാരണം ഇത് പറയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. നിങ്ങൾ വേദങ്ങൾ പഠിച്ചവരാണ്, ഋഷിമാരാണ്, ദേവന്മാരാണ്. അങ്ങനെയുള്ള എല്ലാ യോഗ്യതകളുമുള്ള വേദവിധികൾ അറിയുന്ന അല്ലയോ ബ്രാഹ്മണരെ, നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയും. ഇനിയും എനിക്ക് ജന്മം ഒടുങ്ങണം, ഇനി എനിക്ക് ജന്മം ഉണ്ടാവരുത്. എന്ത് കർമ്മം ചെയ്താലാണ് ജന്മം ഒടുങ്ങി കിട്ടുന്നത്? എന്തെങ്കിലും കർമ്മം ചെയ്യാണ്ട് പറ്റുമോ ഇതെന്ന അവസ്ഥയുടെ ചിന്ത. അതിന് പറ്റിയ ഒരു കർമ്മം എന്തുണ്ട്? എത്രയോ കർമ്മങ്ങൾ ഞാൻ ഈ ജീവിതത്തിൽ ചെയ്തു. ഇനിയും എനിക്ക് ഇങ്ങനെ ഒരു ജന്മം, സംസാര ജീവിതം എനിക്കിനി ആവശ്യമില്ല. അതൊടുങ്ങി കിട്ടാൻ എന്തെങ്കിലും ഒരു കർമ്മം ഉണ്ടെങ്കിൽ പറയൂ, ഇപ്പം ഞാൻ ചെയ്തേക്കാം. നമ്മളൊക്കെ ചോദിക്കുന്ന പോലെ തന്നെ ശ്രീകൃഷ്ണ പിതാവായ വസുദേവരാണ് ഋഷിമാരോട് ചോദിക്കുന്നത്. നമോ സർവദേവേഭ്യാം ഋഷയ ശ്രോതുമർഹഥ കർമ്മണ കർമ്മനിർഹാരോ യഥാസ്യന്നസ്തദുച്യതാം. നമോ സർവദേവേഭ്യ ഋഷയ ശ്രോതുമർഹഥ കർമ്മണ കർമ്മനിർഹാരോ യഥാസ്യന്നസ്തദുച്യതാം. സ്യാത് നഹ തത് ഉച്യതാം. സ്യാന്നസ്തദുച്യതാം. ആ നാശരിക്ക് സ്ട്രെസ് ചെയ്ത് കേൾക്കണം വായിക്കുമ്പോൾ.
കർമ്മണാ കർമ്മനിർഹാരോ യഥാഫ്യസ്തതുച്യതം ഞങ്ങളോട് അത് പറയുക. ഇത് കേട്ടപ്പോൾ മറുപടി പറയുന്ന നാരദനാണ്. എല്ലാവരും ഉണ്ട് എങ്കിൽ പോലും നാതിചിത്രമിതം വിപ്രാഹം വസുദേവോ ബഭുത്സയ കൃഷ്ണം മത്വാത്ഭകം എന്ന പൃച്ഛതി ശ്രേയ ആത്മനാം. അതിചിത്രമിതം വിപ്രാഹ, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠന്മാരെ, ഇതൊരു അത്ഭുതമായ കാര്യമല്ല, ഇതിലൊരു ആശ്ചര്യവുമില്ല. വസുദേവോ ബുഭുത്സയ, വസുദേവര് ബുഭുത്സ കൊണ്ടാണ്, അറിയാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ബുഭുത്സ ഭുക്തുമുള്ള ഇച്ഛയാണ്. ഈ വിഷയത്തെക്കുറിച്ച് അനുഭവിച്ചറിയാനുള്ള ആഗ്രഹം കൊണ്ട് കൃഷ്ണം അർഭകം മത്വ, സാക്ഷാൽ ഭഗവാൻ ഒരു കുട്ടിയാണ് എന്ന് വിചാരിച്ചിട്ട് ഇത് ന പൃച്ഛതി, നമ്മോട് എന്താണ് ചോദിച്ചത്? ശ്രേയ ആത്മനഃ, ആത്മാവിന്റെ ശ്രേയസ്സിന് എന്ത് ചെയ്യണം എന്നല്ലേ ചോദിച്ചത്. സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, ഭഗവാൻ പുത്രനായി അവതരിച്ച് ഈ ഭഗവാൻ ഈ ഋഷിമാർക്കെല്ലാം ഉപദേശം കൊടുത്തിരിക്കുന്ന ഭഗവാൻ കൂടെ ഉണ്ടായിട്ടും കൃഷ്ണം മത്വാത്ഭകം എന്ന പൃച്ഛതി ശ്രേയ ആത്മനാം. ശ്രേയോ മാർഗത്തെ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണല്ലോ ചോദിച്ചത്. അതുകൊണ്ട് ഇതിൽ ആശ്ചര്യപ്പെടേണ്ട. എന്തുകൊണ്ട് ശ്രീകൃഷ്ണനോട് ചോദിച്ചില്ല? നിങ്ങൾ വേണേൽ ചോദിക്കാം. പക്ഷേ വസുദേവരെ സംബന്ധിച്ച കൃഷ്ണൻ ഒരു പുത്രനാണ്, ഒരു ബാലനാണ്, കുട്ടിയാണ്. ഇതിനപ്പുറം ആ ചിന്ത അദ്ദേഹത്തിനില്ല. അതുകൊണ്ടാണ് നമ്മോട് ചോദിച്ചത്. അതുകൊണ്ട് ഇതിൽ ആശ്ചര്യമില്ല ഈ ചോദ്യത്തിൽ. നാതിചിത്രമിതം വിപ്രാ വസുദേവോ ബഭുത്സയാം കൃഷ്ണം മത്വാത്ഭകം എന്ന പൃച്ഛതി ശ്രേയ ആത്മനാം. നാതിചിത്രമിതം വിപ്രാ വസുദേവോ ബഭുത്സയാം കൃഷ്ണം മത്വാത്ഭകം എന്ന പൃച്ഛതി ശ്രേയ ആത്മനാം. സന്നികർഷോ ഹിമത്യാനാം അനാദരണ കാരണം ഗാംഗം ഹിത്വാ യഥാന്യാംഭോ യാതിശുദ്ധയേ. സന്നികർഷോ ഹിമത്യാനാം അനാദരണ കാരണം, അടുക്കൽ നിൽക്കുന്ന വസ്തുക്കളോട് മനുഷ്യർക്ക് അനാദരണമുണ്ടാകുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. സന്നികർഷ, അടുത്ത് വരിക്കുക. തീർച്ചയായിട്ടും മർത്യാന, മനുഷ്യർക്ക് അനാദരണ കാരണം, അനാദരണത്തിനുള്ള കാരണം അടുക്കൽ വന്നിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. ഗാംഗം ഹിത്വ യഥാ അന്യ അംഭ, ഗംഗാജലത്തെ ഉപേക്ഷിച്ചിട്ട് അന്യമായ ജലത്തെ തത്രത്യോ, അവിടെയുള്ളവർ ശുദ്ധിക്കായിക്കൊണ്ട് യാനം ചെയ്യുന്നത് പോലെ. ഗംഗയുടെ തീരത്ത് താമസിക്കുന്നവര് പരിശുദ്ധമായ വെള്ളത്തിന് വേണ്ടി മറ്റു സ്ഥലത്തിലേക്ക് പോകുന്നത് പോലെ മാത്രമേ ഉള്ളൂ. ശ്രീകൃഷ്ണൻ എപ്പോഴും കൂടെ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എപ്പോഴും കൂടെ ഇരിക്കുന്നവരോട് ആദരവ് കാണിക്കണം എന്നില്ല. അനാദരവിൻ്റെ ഒരു കാരണം അതാണ്. അതുകൊണ്ട് എല്ലാ മനുഷ്യർക്കും അത് തന്നെയാണ്. ഇപ്പൊ വസുദേവരുടെ ഒരു കുഴപ്പമില്ലായിട്ടല്ല പറയുക. ഗംഗാതീരത്ത് വസിക്കുന്നവരെ പാപപരിഹാരത്തിനായി ഗംഗാജലത്തെ ഉപേക്ഷിച്ച് മറ്റു തീർത്ഥങ്ങളിലേക്ക് പോകും. സരസ്വതിയിലേക്കോ അത് മറ്റുള്ള തീർത്ഥങ്ങളിലേക്ക് പോകും. അത് സ്വാഭാവികമാണ്, സാധാരണമാണ്. എല്ലാ തീർത്ഥങ്ങളിലും വെച്ച് ഗംഗയ്ക്ക് ഒരു മഹാത്മ്യമുണ്ട്, അത് ഉറപ്പാണ്.
പക്ഷെ അതിൻ്റെ അടുക്കലാണ് ഞങ്ങൾ എന്നും താമസിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അവരുടെ ബുദ്ധിയിൽ ആ സന്നികർഷം കൊണ്ട് തോന്നുന്ന ഒരനാദരമാണ് അതിന് കാരണം. അതുപോലെയാണ് സർവജ്ഞത്വാദി സർവഗുണസമ്പൂർണനായ ഭഗവാൻ അരിക്കിലിരിക്കുമ്പോഴും വസുദേവർക്ക് കർമ്മയോഗമാർഗം നമ്മളോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. വ്യക്തമായിട്ട് നാരദൻ അതിന് മറുപടി അവിടെ കൊടുത്തു. അപ്പോൾ നമ്മൾ പറയേണ്ടവരാണെന്ന് പറഞ്ഞു. കാരണം ഇത് കൃഷ്ണൻ പറയട്ടെ, ഞങ്ങൾ പറയുന്നത് നാണക്കെടല്ലേ, മോശമല്ലേ, കൃഷ്ണൻ അടുക്കിയിരിക്കില്ലേ, കൃഷ്ണൻ അടുക്കിയിരിക്കുമ്പോൾ ഇതാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ എങ്ങനെ പറയാൻ പറ്റും എന്നൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് ലോകത്ത് നടക്കുന്ന ഒരു സാമാന്യ സ്വഭാവം തന്നെയാണ്. അത് തന്നെയാണിപ്പോൾ വസുദേവർക്കും തോന്നുന്നത്. ഇപ്പം എന്താണ്, ലോകപ്രസിദ്ധരായ എത്രയോ മഹാത്മാക്കളുടെ കൂടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് അവരത്ര വലിയ പ്രസിദ്ധരാണെന്ന് അവർക്ക് തോന്നില്ല. നിത്യസമ്പർക്കം കൊണ്ട് അവർക്ക് ആ തോന്നലുണ്ടാവില്ല. പക്ഷെ പുറത്തുള്ളവർക്ക് തോന്നും ഇദ്ദേഹം മഹാത്മാവാണ്, ദിവ്യനാണ് എന്നൊക്കെ അവർക്ക് തോന്നും. അത് ലോകസഹജമായ സ്വഭാവം. അതുകൊണ്ട് കൃഷ്ണൻ ഒരു കുട്ടിയാണ് എന്ന് തോന്നിയിൽ അത്ഭുതത്തിന് അവകാശം. സന്നികർഷോഹിമർത്യാനാം അനാദരണകാരണം ഗാംഗം ഹിത്വാ യഥാന്യാംഭ തത്രത്യോ യാതിശുദ്ധയേ. സന്നികർഷോഹിമർത്യാനാം അനാദരണകാരണം ഗാംഗം ഹിത്വാ യഥാ അന്യാംഭ തത്രത്യോ യാതിശുദ്ധയേ. സന്നികർഷോഹിമർത്യാനാം അനാദരണകാരണം ഗാംഗം ഹിത്വാ യഥാന്യാംഭ തത്രത്യോ യാതിശുദ്ധയേ. യസ്യ അനുഭൂതികാലേന ലയോത്പത്യാദിനാസ്യ വൈ സ്വതോ അന്യസ്മാച്ച ഗുണതോ ന കുതശ്ച നരിഷ്യതി. യസ്യ അനുഭൂതി, യാതൊരുവന്റെ അനുഭവത്തെ, കാലേന ലയോത്പത്യാദിന അസ്യ വൈ, കാലം കൊണ്ട്, ലയ ഉൽപ്പത്യാദികൾ കൊണ്ടോ, ലയം കൊണ്ടോ ഉൽപ്പത്തി കൊണ്ടോ, തന്നിൽ നിന്ന് തന്നെയോ, അന്യസ്മാത് മറ്റൊന്നിൽ നിന്നോ, സ്വതോ അന്യസ്മാച്ച ഗുണതോ ഗുണത്തിൽ നിന്നോ, കുതശ്ചന നരിഷ്യതി ഒന്നും നശിക്കുന്നില്ല. ശ്രീകൃഷ്ണൻ കുട്ടിയാണെന്നാണല്ലോ വസുദേവർക്ക് തോന്നിയത്. അങ്ങനെ തോന്നാൻ കാരണം വസുദേവരുടെ ഉള്ളിലുള്ള അജ്ഞാനമെന്ന അവിദ്യ കൊണ്ട് മാത്രമാണ്. അതുള്ളവർക്ക് അങ്ങനെയാണ് തോന്നിക്കുക. ശ്രീകൃഷ്ണൻ ജ്ഞാനസ്വരൂപനാണ്, അതിന് സംശയമില്ല. പക്ഷെ അത് അവർക്ക് തോന്നിക്കണ്ടേ, വസുദേവർക്ക് തോന്നിക്കണ്ടേ. പക്ഷേ ആ ശ്രീകൃഷ്ണൻ ജ്ഞാനസ്വരൂപനാണ് എന്നുള്ള ആ ജ്ഞാനം കാലം അധികം കഴിയുന്നത് കൊണ്ടോ, കുറേ കാലം പോകുന്ന കൊണ്ടോ, ലോകത്തിന്റെ ഉൽപ്പത്തി ലയാദികൾ കൊണ്ടോ, ലോകത്തിന്റെ സൃഷ്ടി കൊണ്ടോ, ലയം കൊണ്ടോ, സ്വതേ തന്നെയോ, മറ്റൊരാൾ നിമിത്തമോ, ഗുണങ്ങളുടെ വ്യതികരം കൊണ്ടോ, അല്ലെങ്കിൽ മറ്റ് രൂപാന്തരം പ്രാപിക്കുന്നത് കൊണ്ടോ അത് നശിക്കില്ല. നിത്യജ്ഞാനം ശ്രീകൃഷ്ണ സ്വരൂപം തന്നെയാണ് എന്ന് സാരം. നശിക്കില്ല, പക്ഷെ അത് ഓർമ്മയിൽ വന്നോളണം എന്നില്ല. ഇതുകൊണ്ടാണ് സംഭവിച്ചത്. യാതൊരുവന്റെ അനുഭൂതി, ശ്രീകൃഷ്ണൻ ഏറ്റവും വലിയ ആത്മതത്വ സ്വരൂപനാണ് എന്നുള്ള അനുഭവം കാലം കൊണ്ടോ, ലയോത്പത്യാദികൾ കൊണ്ടോ, തന്നെത്താനോ, മറ്റൊന്ന് കാരണമായോ, ഗുണം കൊണ്ടോ അത് നശിക്കത്തില്ല. ഉള്ളിലുണ്ടാകും, പക്ഷെ അനുഭവിക്കാൻ എപ്പോഴും പറ്റിയെന്ന് വരില്ല. ഇത് വസുദേവരുടെ ഉള്ളിലുണ്ട്, പക്ഷെ വസുദേവർക്കും, അത് യശോദയ്ക്കും വസുദേവർക്കും ഒക്കെ അങ്ങനെയായിരുന്നു. അത് പക്ഷെ പലപ്പോഴും ഒരനുഭവജ്ഞാനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല, നശിക്കാതെ ഉള്ളിൽ കിടപ്പില്ല. ഇങ്ങനെ ഒരവസ്ഥ എല്ലാ മനുഷ്യർക്കും ഉള്ളിലുണ്ടാകും, നമുക്കും ഉണ്ടാവും. പക്ഷെ നമുക്ക് അനുഭവിക്കണം എന്നില്ല. പക്ഷേ നശിക്കാതെ ഉള്ളിൽ കിടന്ന കാര്യമില്ല, നശിക്കാതെ ഉള്ളിൽ കിടക്കുന്ന നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ഇത് പറ്റാത്തത് കൊണ്ടാണ് വസുദേവർ ചോദിക്കുന്നത്. ശരിയാണ്.
യസ്യാനുഭൂതികാലേന ലയോൽപത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാച്ച ഗുണതോ ന കുതശ്ച നരിഷ്യതി. യസ്യാനുഭൂതികാലേന ലയോൽപത്യാദിനാസ്യ വൈ സ്വതോന്യസ്മാച്ച ഗുണതോ ന കുതശ്ച നരിഷ്യതി. തം ക്ലേശകർമ്മ പരിഭാഗഗുണപ്രവാഹൈ അവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം പ്രാണാദിഭിः സ്വവിഭവൈരുപഗൂഢമന്യോ മന്യേത പൂജ്യമിവ മേഘഹിമോപരാഗൈ. തം അവനെ ക്ലേശകർമ്മ പരിപാകഗുണപ്രവാഹൈ, ക്ലേശങ്ങൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ പരിഭാഗം കൊണ്ടോ ഗുണപ്രഭാവങ്ങൾ കൊണ്ടോ രാഗദ്വേഷ കാമാദികളാകുന്ന ക്ലേശങ്ങൾ, അവയോട് കൂടിയ പുണ്യപാപങ്ങളാകുന്ന കർമ്മങ്ങൾ, ഈ രാഗദ്വേഷാദികളായിരിക്കുന്ന ക്ലേശത്തോടു കൂടിയാണല്ലോ നമ്മൾ കർമ്മം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ചില കർമ്മം പാപവും ചില കർമ്മം പുണ്യവുമായി മാറുന്നത്. അതുകൊണ്ട് ക്ലേശങ്ങൾ കർമ്മങ്ങൾ. അതേപോലെ അവയുടെ പരിഭാഗമായ സുഖദുഃഖങ്ങൾ, അത് പാകപ്പെട്ട് വരുമ്പോഴാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്. രാഗദ്വേഷങ്ങൾ, അവയിൽ നിന്നും ഉണ്ടാകുന്ന പുണ്യപാപങ്ങളാകുന്ന കർമ്മങ്ങൾ, അതുകൊണ്ട് അനുഭവിക്കുന്ന സുഖദുഃഖം, ഇത് മൂന്നും ഒന്നിൻ്റെ കൂടെ ഒന്നായിട്ട് വരുന്നതാണ്. ക്ലേശ കർമ്മ പരിപാകം, രാഗാദികളായ ക്ലേശങ്ങൾ, പുണ്യപാപാദികളായിരിക്കുന്ന കർമ്മങ്ങൾ, അവയുടെ പരിഭാഗമായ സുഖദുഃഖങ്ങൾ, ഇവ കൊണ്ട് അവ്യാഹത അനുഭവം, ഒരിക്കലും നശിക്കാത്ത അനുഭവത്തോടു കൂടിയ ക്ലേശ കർമ്മ പരിപാക ഗുണപ്രവാഹി, ഈ ഗുണപ്രവാഹം കൊണ്ട് അവ്യാഹത അനുഭവം ഈശ്വരം അദ്വിതീയം, അവ്യാഹതമായ തടസ്സമില്ലാത്ത അനുഭവത്തോടു കൂടിയ ഈശ്വരനെ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവനെ, അദ്വിതീയം രണ്ടാമതൊന്നില്ലാത്തവനായ തം അവനെ, അവ്യാഹത അനുഭവം ഈശ്വരം അദ്വിതീയം പ്രാണാദിഭിസ്വവിഭവൈഹി ഉപഗൂഢം അന്യഃ, അങ്ങനെയുള്ള അവനെ അന്യഃ മറ്റൊരുവൻ. എങ്ങനെ അറിയാൻ സാധിക്കും എന്നാണ് മറ്റൊരുവൻ. അവൻ എങ്ങനെയുള്ളവനാണ്? അവൻ പ്രാണാദികളെ കൊണ്ട് സ്വവിഭവൈഹി ഉപഗൂഢനാണ്. പ്രാണാദികളെ കൊണ്ട്, സ്വന്തം വിഭവങ്ങളാകുന്ന പ്രാണാദികളെ കൊണ്ട് അവൻ ഉപഗൂഢനാണ്. യഥാർത്ഥമായ ആത്മസ്വരൂപത്തെ മറച്ചിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള അന്യഹ മറ്റൊരുവൻ മന്യേത വിചാരിക്കുന്നു, സൂര്യമിവ മേഘഹിമോപരാഗൈഹി, മേഘഹിമോപരാഗൈഹി സൂര്യം ഇവ, മേഘത്തെ കൊണ്ടും ഹിമം മഞ്ഞുകൊണ്ടും ഉപരാഗം ഗ്രഹണമാണ്, ഗ്രഹണം കൊണ്ടും മേഘ ഹിമ ഉപരാഗൈ, മേഘഹിമോപരാഗൈഹി, മേഘവാളികൾ സൂര്യനെ മറയ്ക്കും, മഞ്ഞ് സൂര്യനെ മറയ്ക്കും, ഗ്രഹണം ഉണ്ടാകുമ്പോഴും സൂര്യനെ മറയ്ക്കും. ഈ മൂന്ന് സന്ദർഭത്തിലാണ് സൂര്യനെ മറയ്ക്കുന്നത്. ഇവകളെ കൊണ്ട് സൂര്യൻ എന്നതുപോലെ മറയ്ക്കപ്പെടുത്തതാണ് എന്ന് വിചാരിക്കണം. ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹങ്ങളെ കൊണ്ട് അവ്യാഹതാനുഭവമായ അദ്വിതീയനായ ഈശ്വരനായ അവനെ
അവരവരുടെ പ്രാണാദികളായ വിഭവങ്ങളെ കൊണ്ട് നമ്മൾ മറച്ചു വെച്ചിരിക്കുകയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് വസുദേവർക്ക് തിരിച്ചറിയാൻ പറ്റാതായത്. ഇത് സ്വാഭാവികമാണ്. നമ്മൾ പലപ്പോഴും ഉള്ളിലുള്ള ഈശ്വരനെ അറിയാതിരിക്കാൻ കാരണം സുഖവും ദുഃഖവും അനുഭവിക്കുന്നു, പുണ്യവും പാപവും ചെയ്യുന്നു, രാഗദ്വേഷങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഈ 6 അനുഭവിച്ചു കൊണ്ടേയിരിക്കാം. സത്വം, രജസ്, തമസ് എന്ന 3 ഗുണവും മാറി മാറി നമ്മൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കാം. ഇതൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ജ്ഞാനസ്വരൂപത്തിനോട് കൂടിയ അദ്വിതീയനായ സർവനിയന്താവായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഭൂതികളെ നമ്മുടെ പ്രാണാദികളായ പ്രാണൻ, ഇന്ദ്രിയം, മനസ്സ്, ബുദ്ധി ഇവകളെ കൊണ്ട് സാധാരണ ജനങ്ങൾ മറച്ചിരിക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ്. അങ്ങനെ ആകുമോ എന്ന് ചോദിച്ചാൽ ഈ സൂര്യനെ മറയ്ക്കുന്നില്ലേ ആര്? മേഘങ്ങൾ. മേഘം മാത്രമാണോ? മഞ്ഞ് മാത്രമാണോ? എന്താണ്? രാഹു പോലെയുള്ള പല ഗ്രഹങ്ങളും വന്ന് ആരെ വിഴുങ്ങും? സൂര്യനെ വിഴുങ്ങുന്നില്ലേ? മറയ്ക്കുന്നില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള ഈ 3 രാഗദ്വേഷാദികളാകുന്ന മേഘങ്ങൾ, പുണ്യപാപങ്ങളാകുന്ന മഞ്ഞുകൾ, സുഖദുഃഖങ്ങളാകുന്ന രാഹുകേതുക്കൾ, ഇവരെ കൊണ്ട് ഉള്ളിലുള്ള യഥാർത്ഥമായ ആത്മതത്വത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? മറച്ചു പിടിക്കുകയാണ്. പലർക്കും ഇത് സംഭവിക്കാം, നമുക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാമെന്ന് മന്യേത വിചാരിക്കുന്നു. ശ്രീകൃഷ്ണൻ ഒരു മനുഷ്യനാണ് എന്ന് മാത്രമേ വിശ്വസിക്കാനുള്ള കഴിവ് അവർക്കുള്ളൂ. അത് അവരുടെ അറിവില്ലായ്മയുടെ അടയാളമാണ്. സൂര്യന് ഉള്ളിലുണ്ട്, പക്ഷെ അത് പ്രകാശിക്കാത്തത് മഞ്ഞുകൊണ്ടോ മേഘം കൊണ്ടോ ആണ് എന്ന് തിരിച്ചറിയണം. അവരുടെ ഉള്ളിലും വസുദേവരെ പോലെയുള്ള എത്രയോ ആൾക്കാരുടെ ഉള്ളിലും ഈ ഭഗവത് ചൈതന്യം ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല? അത് തിരിച്ചറിഞ്ഞ് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് മായ കൊണ്ടാണ്. അതുകൊണ്ടാണ് വസുദേവർ ഈ ചോദ്യം ചോദിച്ചത്. ഇത് തെറ്റില്ല, ആർക്കും തോന്നുന്ന ഒരു ന്യായമാണ്. കാരണം ഋഷിമാർ ആദ്യം പറയും, ഈശോ ഭഗവാനെ വിളിക്കുമ്പോൾ ഞങ്ങൾ എന്ത് പറയാൻ? ഞങ്ങൾക്ക് പോലും വേണ്ട മാർഗനിർദ്ദേശം എന്ന ഭഗവാന്റെ പിതാവാണ് ഞങ്ങളോട് ചോദിക്കുന്നത്, എന്ത് കർമ്മം ചെയ്താലാണോ ബന്ധമോക്ഷം ഉണ്ടാകുക? ഇത് അനൗചിത്യമല്ലേ, ആശ്ചര്യമല്ലേ എന്ന് ചോദിച്ചാൽ അതിന് മറുപടി നാരദം പറയാം. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹേ അവ്യാഹതാനുഭവം ഈശ്വരമദ്വിതീയം പ്രാണാദിഭിഃ വിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈ. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈ അവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം പ്രാണാദിഭിഃ വിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈ. തം ക്ലേശകർമ്മ പരിപാക ഗുണപ്രവാഹൈ അവ്യാഹതാനുഭവമീശ്വരമദ്വിതീയം പ്രാണാദിഭിഃ വിഭവൈരുപഗൂഢമന്യോ മന്യേത സൂര്യമിവ മേഘഹിമോപരാഗൈ. അതോ ദുർമുനയോ രാജന് ആഭാഷ്യാനകദുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞാം തഥൈവ അച്യുതരാമയോഃ. അഥ ഊചുഹു മുനേഹ. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ മുനിമാർ പറഞ്ഞു, അഥോ ദുർമുനയോ രാജൻ. രാജൻ സംഭവത്തിനാണ്, രാജാവേ. അനന്തരം മുനിമാർ പറഞ്ഞു, ആഭാഷ്യാനകദുന്ദുഭിം. ആനകദുന്ദുഭിം ആഭാഷ്യ. ആനകദുന്ദുഭി വസുദേവൻ. വസുദേവരെ ആഭാഷ്യ വിളിച്ചിട്ട് സംബോധന ചെയ്തിട്ട്, ഹേ വസുദേവ എന്ന് സംബോധന ചെയ്തിട്ട് രാജന് ആഭാഷ്യ ആനകദുന്ദുഭിം. വസുദേവർക്ക് ആനകദുന്ദുഭി എന്നൊരു പേരുണ്ട്, അതുകൊണ്ടാണ് ആ പേരുടെ സ്മരിച്ചത് മാത്രമേ ഉള്ളൂ. സർവേഷാം ശൃണ്വതാം രാജ്ഞാം. എല്ലാ രാജാക്കന്മാരും കേട്ടുകൊണ്ടേയിരിക്കെ തഥൈവ അച്യുതരാമയോ.
അതുപോലെ രാമകൃഷ്ണന്മാരും കേട്ടുകൊണ്ടിരിക്കെ മുനിമാർ വസുദേവരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു. ആ സഭയിലുള്ള എല്ലാ രാജാക്കന്മാരും കേക്കയാണ്. ഒരു മാത്രമല്ല, ശ്രീകൃഷ്ണൻ എല്ലാവരും കേക്കയാണ്. ഈ മഹർഷിമാർ ഇങ്ങനെ പറഞ്ഞു: അഥോ ദുർമുനയോ രാജന് ആഭാഷ്യാനഗതുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞം തഥൈവ അച്യുതരാമയോ. അഥോ ദുർമുനയോ രാജൻ ആഭാഷ്യാനഗതുന്ദുഭിം സർവേഷാം ശൃണ്വതാം രാജ്ഞം തഥൈവ അച്യുതരാമയോ. കർമ്മണാ കർമ്മനിർഹാര ഏഷ സാധു നിരൂപിതാം യശ്രദ്ധയാ യജേദ്വിഷ്ണും സർവയജ്ഞേശ്വരം മഖൈഹി. കർമ്മണാ കർമ്മനിർഹാര, കർമ്മം കൊണ്ട് കർമ്മത്തെ നിവർത്തിക്കാനുള്ള ഉപായമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ഏഷ, ഇത് സാധുവായി നല്ലതുപോലെ നിരൂപിത, നിർണയിക്കപ്പെട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഈ പറയുന്നത് ഞങ്ങളുടെ സ്വന്തം ബുദ്ധിയല്ല. വേദവേദാന്തങ്ങളും അതേപോലെ ധർമ്മശാസ്ത്രങ്ങളുമെല്ലാം ഉറക്കെ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് ഈ പറയാൻ പോകുന്നത്. ഇതൊരു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് കർമ്മം കൊണ്ടാണ് കർമ്മനിർഹാരം ഉണ്ടാകുന്നതെന്നുള്ളത് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. കർമ്മണ കർമ്മനിർഹാര ഏഷ, ഇത് സാധു നിരൂപിത, നന്നായി നിശ്ചയിച്ചുറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. യത് ശ്രദ്ധയായ യജേദ്വിഷ്ണു, എന്തെന്നാൽ ശ്രദ്ധയോടുകൂടി വിഷ്ണു യജേത്, വിഷ്ണുവിനെ യജിച്ചാൽ, ആരാധിച്ചാൽ, സർവയജ്ഞേശ്വരം മഖൈഹി, സർവയജ്ഞങ്ങൾക്കും ഈശ്വരനായ ഭഗവാനെ മഖങ്ങൾ കൊണ്ട്, യജ്ഞങ്ങൾ കൊണ്ട് യജേത്, യജിച്ചാൽ മതി. യജ്ഞങ്ങൾ കൊണ്ട് ഭഗവാനെ ആരാധിച്ചാൽ മാത്രം മതി എന്നർത്ഥം. പക്കര കർമ്മങ്ങളുടെയും കർമ്മഫലത്തെ തരാൻ വിഷ്ണുവിന് മാത്രമേ പറ്റൂ. ആ വിഷ്ണുവിനെ പൂജിക്കണം. ഇങ്ങനെ പൂജിക്കണം. യജ്ഞം കൊണ്ടാവാം. അന്നത്തെ കാലഘട്ടത്തിൽ യജ്ഞമാണ്. അതുകൊണ്ടാണ് യജ്ഞത്തെക്കുറിച്ച് പറഞ്ഞത്. യജ്ഞം ഒരു കർമ്മമാണ്. അതുകൊണ്ട് പൂജിക്കുക. അതുകൊണ്ട് കർമ്മനിവൃത്തി വരുത്താമെന്ന് ആചാര്യന്മാർ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ മാത്രം പറയുന്നതല്ല. ഇതൊരു പുതിയ കാര്യമല്ല. ചെയ്യുന്ന സമസ്ത കർമ്മങ്ങളും യജ്ഞങ്ങളും അവയുടെ ഫലം തരുന്നതായ ഭഗവാനായിക്കൊണ്ട് ആ കർമ്മങ്ങളെ സമർപ്പിക്കുന്നതാണ് അതിനുള്ള ഉപായം. യജ്ഞം ചെയ്യലല്ല, ആ യജ്ഞത്തെ ഈശ്വരാർപ്പണമാക്കി ചെയ്യുമ്പോഴാണ് ഞാൻ ചെയ്യുന്നു, എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നല്ല വേണ്ടത്. ഇതം നമമ, ഇതെനിക്കുള്ളതല്ല, ഇതെനിക്ക് വേണ്ടിയുള്ളതല്ല എന്ന് നിഷ്കാമമായി താൻ ചെയ്യുന്ന കർമ്മങ്ങളെ ഭഗവതർപ്പണമായി, ഈശ്വരാർപ്പണമായി, കായേന വചന, എന്താണ്, വാച മനസ്സ, ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ എന്തെന്ത് കർമ്മം ചെയ്യുന്നു അതൊക്കെ ഭഗവതർപ്പണമാക്കി ചെയ്യണം എന്ന് എപ്പോഴും നമ്മെ പഠിപ്പിക്കുന്ന ഒരു മന്ത്രം നമുക്കറിയാം. അതുകൊണ്ട് ആ കർമ്മങ്ങളാകുന്ന യാഗങ്ങളൊക്കെ ഭഗവാനിൽ സമർപ്പിച്ചു ചെയ്യണം, ഫലം ആഗ്രഹിക്കാതെ ചെയ്യണം എന്നർത്ഥം. അത് അങ്ങനെ ഫലം ആഗ്രഹിക്കാതെ ചെയ്യുന്ന കർമ്മം കൊണ്ടേ ഭഗവാൻ പ്രസാദിക്കുള്ളൂ. അങ്ങനെ ഒരു കർമ്മം ചെയ്താൽ പിന്നെ ഒരു കർമ്മം ചെയ്യേണ്ടി വരില്ല. ഈ കർമ്മം കൊണ്ട് കർമ്മനിർഹാരം സംഭവിക്കുന്നേ. എന്തുകൊണ്ടാണ് കർമ്മനിർഹാരമാവാത്തത് എന്നാണെങ്കിൽ അതിൻ്റെ ഫലം എനിക്ക് 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 എന്ന് വിചാരിക്കുന്നുണ്ടാണ്. മേ 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 എന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിന്റെ ഫലം എനിക്കല്ല, ഈശ്വരനിലേക്ക് വിട്ടുകൊടുക്കാനുള്ളതാണ് എന്ന് വിചാരിച്ചു കൊണ്ടായാൽ ആ കർമ്മം ബന്ധിക്കില്ല. അല്ലെങ്കിൽ ഏത് കർമ്മവും നമ്മെ ബന്ധിക്കുകയാണ്.
എന്ത് കർമ്മം ചെയ്താലും അത് കെട്ടായി കെട്ടായി മാത്രം അവശേഷിക്കും. അതുകൊണ്ട് മറ്റൊരു ഉപകരണങ്ങളോ യജ്ഞങ്ങളോ യാചകന്മാരോ മന്ത്രങ്ങളോ തന്ത്രങ്ങളോ അതിൻ്റെ ഫലങ്ങളോ ഒന്നും കാക്ഷിക്കരുത്. ഈശ്വര പ്രസാദം പോലും ആഗ്രഹിക്കാതെ ഇതെന്റെ കർത്തവ്യമാണ് എന്ന് വിചാരിച്ച് ചെയ്താൽ അതുകൊണ്ട് ജനനമരണാദികളായ സംസാര ദുഃഖങ്ങൾ നശിച്ച് കർമ്മബന്ധങ്ങൾ നശിച്ച് മോക്ഷത്തിന് കാരണമായി തീരും. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടുന്ന കർമ്മം എന്ന് ആ ഋഷിമാർ വസുദേവർക്ക് ഉപദേശിക്കുന്ന ഉപദേശം. നോക്കൂ, ഈ ഭാഗവതകാരൻ എങ്ങനെയൊക്കെയാണ് ഈ കഥ മുമ്പോട്ട് കൊണ്ടുപോവുക. കർമ്മണാ കർമ്മനിർഹാര ഏഷ സാധു നിരൂപിതാം യശ്രദ്ധയാ യജേദ്വിഷ്ണും സർവയജ്ഞേശ്വരം മഖൈ. കർമ്മണാ കർമ്മനിർഹാര ഏഷ സാധു നിരൂപിതാം യശ്രദ്ധയാ യജേദ്വിഷ്ണും സർവയജ്ഞേശ്വരം മഖൈ. നമ്മുടെ സമയം ഏതാണ്ട് ആയിരിക്കുകയാണ്. നമുക്ക് ഇന്നിവിടെ ഉപസംഹരിക്കാം. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്ക് എടുക്കാം. തീരില്ല. അവന് കാര്യകാരണ സഹിതം കുറേ ഉപദേശങ്ങൾ ഇവിടെ വസുദേവർക്ക് കൊടുക്കുന്നുണ്ട്. ഇത് കേട്ട് കഴിയുമ്പോഴാണ് വസുദേവര് ഇങ്ങനെയുള്ള യജ്ഞത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ആരംഭിക്കുന്നത്. നമുക്ക് തുടർന്ന് വരുന്ന കഥകളിൽ കൂടി അറിയാം. എന്തായാലും ഇന്ന് നമുക്ക് ഉപസംഹരിക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഗീതയിൽ പറയുന്നത് ഇത് തന്നെയല്ലേ സാറേ ഭഗവാൻ? അതെ അതെ, ഗീതയും വേദാന്തം ഒക്കെ പറയുന്നത് ഇത് തന്നെയാണ്. കാരണം കർമ്മത്തെയും കർമ്മഫലത്തെയും എന്ത് ചെയ്യണം? ഈശ്വരനെ കർമ്മിച്ചുകൊണ്ട് കർമ്മം ചെയ്യണം. അതാണ് അവിടെ കർമ്മസന്യാസം എന്നുള്ള യോഗവും ഗീത 3-4 യോഗം അതിനുവേണ്ടി മാറ്റിയത്. കർമ്മഫലത്യാഗവും സന്യാസം. കാരണം കർമ്മയോഗം കഴിഞ്ഞാൽ പിന്നത്തെ 2 അധ്യായം വേണ്ടിയതാണ്. അപ്പൊ കർമ്മയോഗത്തെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ പറയുന്നത് എന്ത് ചെയ്യണം? കർമ്മത്തെ സന്യസിക്കാൻ പറ്റണം എന്നിങ്ങനെ കർമ്മസന്യാസം എങ്ങനെ വേഗം വേണമെന്ന് കാണിക്കാൻ, എന്നിട്ടേ കർമ്മം ചെയ്യാവൂ എന്ന് പ്രശ്നം. അതുപോലെ തന്നെ ഫലത്യാഗവും സന്യാസവും ഒന്ന് തന്നെയല്ലേ? അതെ അതെ. അതുകൊണ്ടാണ് ഇവിടെയും വസുദേവരോട് ഈ തത്വം തന്നെ ഉപന്യസിക്കുന്നത്. സാറേ, ഈ 26-ാമത്തത് തസ്യാദ്യതേ ദദൃശി മാഘ്രിമഖൗഘമർഷം എന്നാണോ സാറേ അവിടെ? അതെ അതല്ല, അഖൗഘമർഷ തീർത്ഥാസ്പദം എന്നാണ് ഈ ബുക്കിൽ. അഖൗഘമർഷം, അഖൗഘത്തെ മർഷിക്കുക എന്നുവെച്ചാൽ അതിനെ സഹിക്കുക, ക്ഷമിക്കാതെ. അവക്ക് അർഷാന്നേ ഉള്ളു, പിന്നെ തീർത്ഥാസ്പദം എന്നേ ഉള്ളു. പിന്നെ അനുസ്വാരം അങ്ങ് ചേർത്തതാണ് സാറ് വായിച്ചപ്പോ. അഖൗഘമർഷം എന്ന് കഴിഞ്ഞിട്ട് തീർത്ഥാസ്പദം പറ്റില്ല. അവിടെ അനുസ്വാരം ആകാരം ആകാൻ പറ്റില്ലല്ലോ. പിന്നെ പറയില്ലല്ലോ. അഖം അഖൗഘം അർഷം അല്ലേ? അഖൗഘമർഷം മകളാണോ? അഖൗഘം അർഷമല്ല, അഖൗഘമർഷമാണ് വാക്ക്. എന്ന് പദം പിരിച്ച് പ്രത്യേകം പറഞ്ഞാണ്. ദദൃശിമ അംഘ്രിം അഖൗഘമർഷം. മർഷം എന്നാണ് വാക്ക്. വെള്ളം കുടിച്ചിട്ടേ കിട്ടിയില്ലേ? കിട്ടി സാർ. അത് അഖൗഘമർഷ തീർത്ഥാസ്പദം ഇതിനകത്ത് കണ്ടുകൊണ്ടാണ്. തീർത്ഥാസ്പദം ഒക്കെ നിധിയെ വരണം. അങ്ങ് പോയിട്ടുണ്ട്. സംശയം തീർന്നെങ്കിൽ ഉപസംഹരിക്കാം. പൂർണ്ണമദ പൂർണ്ണമിദ പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം.